ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ആൻഡ് വെൽക്കം ടു മല്ലു. നിങ്ങളൊരു ഓവർ പവർ ഹീറോ, മാസ് ലെവൽ എൻട്രി, എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനൊരു എനിമിയാണോ കാണാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു എനിമിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഹീറോ ആവാനും താല്പര്യമില്ല, വില്ലൻ ആവാനും താല്പര്യമില്ല. എന്നാൽ ഷാഡോ ആയി മാറിക്കൊണ്ട് ഷാഡോസിൽ ഒളിച്ചിരിക്കുന്നവരെ കണ്ടെത്തി ഇല്ലാതാക്കുന്ന ഒരു ബാറ്റ്മാൻ റെഫറൻസ് ഉള്ള ഒരു അനിമി കണ്ടാലോ? കഥയുടെ തുടക്കത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സെല്ലാം ഇട്ട് സ്കൂളിലേക്ക് പോകാൻ വാതിൽ തുറക്കുന്നത് പെട്ടെന്ന് അവൾക്ക് കുറച്ച് ഓർമ്മകൾ കടന്നു വരുന്നു. മിസ്, എന്താ പറ്റിയത്? ഹേയ്, ഒന്നുമില്ല, വാ പോവാം. അപ്പോഴാണ് അവളെ ആരോ ഫോളോ ചെയ്യുന്നത് കാണിക്കുന്നത്. കാറിൽ കയറി അവൾ സ്കൂളിലേക്ക് വന്നതും സ്കൂളിലെ എല്ലാവരും ഇവൾക്ക് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ബട്ട് ഒരാൾ ഒഴിച്ച്, അതാണ് നമ്മുടെ ഹീറോ. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരുത്തൻ ഇവിടെയുണ്ട്. ഗുഡ് മോർണിംഗ് കാഗുന. എന്തെന്നാൽ അവന്റെ മാർക്കെല്ലാം ബിലോ ആവറേജ്, കൂടാതെ അത്ലറ്റിക്കും ബിലോ ആവറേജ് ആണ്. ഇവളെ കണ്ട നമ്മുടെ ഹീറോ ഗുഡ് മോർണിംഗ് നിഷിമോറ. കാഗുനോ, എന്റെ പേര് നിഷിമോറ എന്നാണ്. അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. നിന്റെ ടെക്നിക്കൽ നെയിം NPC എന്നാണ്. ഇത് കേട്ട് എന്താ NPC എന്ന് ചോദിച്ചതും സോറി, ഞാൻ എന്നോട് തന്നെ സംസാരിച്ചതാണ്. ഞാൻ എല്ലാവരുടെ പേരും ഓർത്തിട്ടുണ്ട്, ബട്ട് ശരിക്കും ഉറങ്ങാത്തോണ്ടാണ് എല്ലാം മറന്നുപോയത്. ഹേയ്, കുഴപ്പമില്ല, നമ്മൾ രണ്ടാളും ഒരു ക്ലാസ്സിൽ 3 മാസമായി എടുത്തിരിക്കുന്നത്. എന്ത് 3 മാസമോ? കുഴപ്പമില്ല, എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യും. ഇതിന് നമ്മുടെ ഹീറോ സോറി നിഷിമോറി, അതെന്റെ പേരല്ല, എന്റെ പേര് നിഷിനോ, അഖനെ നിഷിനോ. ആ, പിന്നെ കാണാം നിഷിമോറ. എന്റെ പേര് അതല്ലടാ പറട്ടെ. അവൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും അവൻ ചെയ്ത വലിയ തെറ്റ് എന്നെ കണ്ടിട്ടും സംസാരിക്കാത്തതാണ്. കാരണം അവൻ എപ്പോ കണ്ടാലും അവൻ വളരെ ഡിഫറെന്റ് ആണ്. ഞാൻ അവനെ നോക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ ദേഷ്യം കൂടിയത്. അഖാനെ, നീ ഒരു സൺഡേ നൈറ്റ് ഡ്രാമയിൽ അഭിനയിക്കുന്നുണ്ടോ? കൂടാതെ നിങ്ങൾ എത്ര ഷോ ചെയ്തിട്ടുണ്ട്? കാരണം നിങ്ങൾ ഈ കഴിഞ്ഞ വർഷത്തേക്കാൾ ബിസി ആയിരുന്നു. എനിക്ക് അതാലോചിക്കുമ്പോഴാണ് പേടിയാവുന്നത്. എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ എൻ്റെ എല്ലാ രീതിയിലും കാഗുനോയിൽ നിന്നും മാറി നിന്നിരുന്നു. ബട്ട് അവനിൽ നിന്നും മാറി നിൽക്കാൻ മറ്റു പല കാരണങ്ങളുണ്ടായിരുന്നു. അവളെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഹീറോ അവളെ മൈൻഡ് ചെയ്യാതെ 2234, 2235, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്കൊരു സംഭവം നടന്നു. അതിനുശേഷം എന്നെ കൊണ്ട് മര്യാദയ്ക്ക് അഭിനയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നതും ഇവിടെ നമ്മുടെ ഹീറോ ന്യൂക്ലിയർ, അതാണ് ഹ്യൂമൻ ബീയിന്റെ ലിമിറ്റ്. എന്നാലും എനിക്ക് കുറെ പവർ വേണം. ഇവരെ ടീച്ചർ സ്കൂൾ ഫെസ്റ്റിവലിന് ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവൾ കൈവക്കി. നിഷിനോ, നിനക്ക് ഓൾറെഡി കുറെ ജോലികളുണ്ട്, അതിൽ ഇത് കൂടെ വേണോ? ഇത് കേട്ട് എല്ലാവരും ചിരിച്ചതും പിന്നീട് എല്ലാവരും വീട്ടിലേക്ക് പോയതും ഇവൾക്ക് മാത്രം ടീച്ചർ എക്സ്ട്രാ ക്ലാസ് നടത്തുന്നു. അങ്ങനെ ഇവൾ എല്ലാം എഴുതുന്നതിന്റെ ഇടയിൽ മനോഹരമായ ഒരു പിയാനോ ശബ്ദം കേൾക്കുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഡ്രൈവറിനെ വിളിക്കുന്നതും പെട്ടെന്ന് ഡ്രൈവറിനെ 4 പേർ കൂടി കൊല്ലുന്നു. എന്താ അവൻ കോൾ എടുക്കാത്തത്? അതിനുശേഷം ഇവൾ നടന്നു പോകുന്നതും ഇതെല്ലാം ഹീറോ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ അവൾ നടന്നു പോകുന്നതും അന്നാണ് അത് സംഭവിച്ചത്. നോക്കിയാൽ ഇവന്മാര് കിഡ്നാപ്പ് ചെയ്യാൻ വന്നേക്കുന്നു. ഇത് കണ്ട് ഇവൾ രക്ഷപ്പെടാൻ നോക്കിയാലും ഇതിനുശേഷം നിനക്ക് എവിടേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ അവൾ കണ്ണടയ്ക്കുന്നതും ഹീറോനെയാണ് ലാസ്റ്റ് കാണുന്നത്. ശേഷം കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇവൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. മിഷീനോയുടെ മകൾക്ക് രാത്രി ടൈമിൽ തനിച്ച് നടക്കാൻ പാടില്ലെന്നറിയില്ലേ? ഇവിടെ കുറച്ച് വില്ലന്മാരൊക്കെ ഉണ്ട്. പെട്ടെന്ന് എടുത്തുള്ളവൻ അവളെ ഒന്നും ചെയ്യരുത്, നമുക്ക് ക്യാഷ് വരാനുണ്ട്, ക്യാഷ് കിട്ടിയാൽ അവളെ പറഞ്ഞേക്കാം. കഥയിൽ കുറച്ച് സീൻ ഉണ്ടെങ്കിൽ അതിനൊരു രസം തന്നെയായിരിക്കും. നീ പറഞ്ഞു വരുന്ന എനിക്ക് മനസ്സിലായി, അങ്ങനെയൊന്നും ചെയ്യരുത്, നീ പോടാ, ഞാൻ അങ്ങനെ ചെയ്യൂ. ഇങ്ങനെ യുവന്മാര് പറയുന്നതെല്ലാം നമ്മുടെ ഹീറോ കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഹീറോ ബാഗ് തുറന്ന് ഒരു ചിരി ചിരിക്കും. ഈവിൾ സ്മൈൽ. ഇന്ന് എന്റെ ദിവസമാണ്, ഞാൻ ആഗ്രഹിച്ച എല്ലാം എനിക്ക് ഇന്ന് കിട്ടും. അടങ്ങിയിരിക്കലോടെ, ഇത് നിന്റെ ഫസ്റ്റ് ടൈം അല്ലല്ലോ, രണ്ടാമത്തെ അല്ലേ? നോക്കിയാൽ ഇവളെ മുമ്പൊരിക്കൽ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. ഹീറോ ഡ്രസ്സെല്ലായിട്ട് മുകളിലേക്ക് ഇറങ്ങിയതും ആ സൗണ്ട് ഇവർ കേൾക്കുന്നു. പെട്ടെന്ന് ഇവർ നോക്കി, ആരടാ നീ ചോദിച്ചതും നമ്മുടെ ഹീറോ വേറെ ലെവൽ എൻട്രി കൊടുക്കുന്നു. ആരടാ നീ? ഓ, ഞാനോ? ഞാൻ സ്റ്റൈലിഷ് റഷ്യൻ സ്ലേയർ. എന്ത് പേരടാ ഇതെന്നും പറഞ്ഞ് തോക്കെടുക്കുന്നതും നമ്മുടെ ഹീറോ കത്തിയെടുത്ത് കൈക്ക് കുത്തിയതും പെട്ടെന്ന് എടുത്തിട്ടൊരിട്ടി. എന്റെ ബോഡി ഗൺ വളരെ സ്ലോ ആണ്. ഓ, നിന്റെ മനസ്സിൽ നീ ആരാണെന്ന് വിചാരിച്ചത്? റഷ്യൻ സ്ലേയർ എന്നും പറഞ്ഞ് അവന്റെ കയ്യിലെ തോക്ക് താഴെയിട്ട്, നിനക്കറിയോ, ഞാൻ ഓൾറെഡി മിലിറ്ററി ജോലി ചെയ്തിരുന്നു. അവിടെ വെച്ച് ഞാൻ ചെയ്ത തൊട്ടിത്തരം പിടിച്ചപ്പോൾ എന്നെ അവർ പുറത്താക്കി. ഇപ്പോൾ ഞാൻ മറ്റൊരു വഴിയില്ലാതെ കിഡ്നാപ്പ് ചെയ്യുന്നു ക്യാഷിന് വേണ്ടി, അതും ഇവന്റെ കൂടെ. തിയേറ്റർ ഹീറോ, ഓ, ഞാനും കുറെ കാലമായി ആഗ്രഹിക്കുന്നു മിലിറ്ററിക്കാരുടെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്ന്. എന്നാൽ ഇത് നിന്റെ അന്ത്യമാണെന്നും പറഞ്ഞ് കൊല്ലാൻ വരുന്നതും ഹീറോ നിസ്സാരമായി എസ്കേപ്പ് ആയി. എന്നാലും ചെറിയ മുറിവുകളുണ്ട്, എന്നെ കൊണ്ട് പഴയ പോലെ മാറാൻ കഴിയില്ല, എന്നാലും ഇതെനിക്ക് വളരെ ഇഷ്ടമായി എന്നും പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയതും ഹീറോ തടഞ്ഞ്, വാവ്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എക്സ് മിലിറ്ററി. അങ്ങനെ ഇവർ രണ്ടും ഫൈറ്റ് ചെയ്യുന്നതും കത്തി കൈ വിട്ടുപോയി. എന്നാലും കൈ വെച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്റെ തല ഞാൻ സൂക്ഷിച്ചില്ലേ, നീ ഒരു അറ്റാക്കിൽ കൊന്നുകളയുമല്ലേ? നീ സത്യം തന്നെയാണ് പറയുന്നത് മിസ്റ്റർ എക്സ്. എന്റെ ലൈഫിൽ ഞാൻ ഒരു മിലിറ്ററിക്കാരൻ എതിരെ വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല, എന്നാലും ഇപ്പോൾ ഞാൻ സീരിയസ് ആയി ഫൈറ്റ് ചെയ്യുന്നെന്നും പറഞ്ഞ് അവന്റെ കൈ ഒടിക്കുന്നതും ഞാൻ കുറെ ആളോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, അതിലും ബൈക്ക് റൈഡേഴ്സിന്റെ കൂടെയാണ് കൊടൂരമായി ഫൈറ്റ് ചെയ്തത്. നീ
നീ ബൈക്ക് റൈഡേഴ്സിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നോ? അപ്പോൾ നീ ആണോ ബാലക്കാഹോബസേക്ക്? അവന്മാര് ഹെൽമെറ്റ് ഇട്ട് നടക്കാൻ തുടങ്ങി. എന്തെന്നാൽ അപ്പോൾ അവരെ കൊല്ലാൻ കഴിയില്ലെന്നും പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തിയത്. പേടിച്ചവൻ തോക്ക് കണ്ട് പെട്ടെന്ന് അതെടുക്കാൻ നോക്കിയതും ഹീറോ ആണെങ്കിൽ അവനെ അടിച്ച്, ഇത് നോർമലായ ആയുധമാണ്, എന്നാൽ ഇത് യൂസ് ചെയ്യാൻ അറിയുന്നവൻ ഉപയോഗിച്ചാൽ റിസൾട്ട് വളരെ വലുതായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് അവനെ കൊടൂരമായി അടിച്ചു കൊന്നു. ഇത് കണ്ട ഇവൾ ആകെ ഇല്ലാതായി. പെട്ടെന്ന് കത്തിയെടുത്ത് ഇവളെ നോക്കിയതും, എന്ത്, ഇവൻ എന്നെ കൊല്ലാൻ പോവാണോ? ഹേയ്, അടുത്ത പ്രാവശ്യമെങ്കിലും വീട്ടിലേക്ക് സൂക്ഷിച്ചു പോ. പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു നോക്കിയതും ഹീറോനെ അവിടെ കാണാനില്ല. ഇത് നല്ലതല്ല. ഒരു മിലിറ്ററി മാനെ തടുക്കാൻ വളരെ ടൈം എടുത്തു. ഇതിങ്ങനെ തുടർന്നാൽ എനിമേ എമിനൻസിന് ഷടാവാൻ എനിക്ക് കഴിയില്ല. ആ സമയം ഇവൾ പോലീസിനെ വിളിച്ച് എല്ലാം പറഞ്ഞു. പെട്ടെന്ന് തന്നെ എല്ലാവരും അവിടേക്ക് വന്നു. എന്നാലും ഇവളുടെ ഡാഡ് കുറച്ച് പവർഫുൾ ആയെന്നാൽ മീഡിയാസിന്റെ അടുത്ത് ന്യൂസ് ഒന്നും എത്തിയില്ല. എന്നിരുന്നാലും എന്നെ കൊണ്ട് അവന്റെ ശരിയായ അടയാളം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അടുത്ത ദിവസം പതിവ് പോലെ ഗുഡ് മോർണിംഗ് പറഞ്ഞു വന്നതും ഇപ്പോഴും ഹീറോ പതിവ് പോലെ പേര് മാറ്റി പറയുന്നു. എന്റെ പേര് അവൻ മാറ്റി പറഞ്ഞാലും എന്റെ കണ്ണുകൾ നോക്കിയാണ് അതവൻ പറഞ്ഞത്. കാകുരോ എന്നെ പോലെയാണ്, അവനും എന്നെ പോലെ മറ്റൊരു മുഖമുണ്ട്. അതിനുശേഷം മറ്റൊരു ദിവസം ന്യൂസിൽ ഒരു കാര്യം പറയുന്നു. സയൂറ നഗരത്തിലൂടെ പോകുന്ന വഴിയിൽ ഒരു പയ്യൻ ലോറി ഇടിച്ച് മരിച്ചിരിക്കുന്നു. മരിച്ചത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയാണ്. എന്താടാ ഹീറോ മരിച്ചു പോയെന്ന് ചോദിച്ചാൽ ഇനിയാണ് ദ റിയൽ സ്റ്റോറി. ഇതെപ്പോഴാണ് തുടങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുള്ള ദിവസം മുതൽ ഞാൻ ഇങ്ങനെ ഇരിക്കാനാണ് ആഗ്രഹിച്ചത്. എല്ലാ കുട്ടികളും ഹീറോ ആവണമെന്നാണ് ആഗ്രഹിച്ചത്. ഞാനും അത് തന്നെയാണ് ആഗ്രഹിച്ചത്. എന്നാൽ അതാണ് മറ്റുള്ളവരിൽ നിന്നും എന്നെ മാറ്റി നിർത്തിയത്. എന്തെന്നാൽ മറ്റുള്ളവർ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറാൻ തുടങ്ങും. എന്നാൽ എനിക്കതൊരു തീയായിരുന്നു. ആ തീ കുറേശ്ശെ ആളിക്കത്തി ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാത്തിലും മാസ്റ്റർ ആവാൻ തുടങ്ങി. സ്കൂളിൽ ഞാനൊരു നോർമൽ സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആരും എന്നെ ശ്രദ്ധിക്കാറില്ല. എന്നാൽ അതാണ് എനിക്ക് വേണ്ടത്. കാരണം കുട്ടികളെല്ലാം ചെറിയ വയസ്സിൽ ഹീറോ ആവണമെന്ന് ആഗ്രഹിക്കും. എന്നാൽ വളർന്നു കഴിഞ്ഞ് മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കും. ഞാൻ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ആഗ്രഹം നടത്തിയെടുക്കും. അതിനുവേണ്ടി പല വിദ്യകളും പഠിച്ചു. എന്നാലേ ക്രിമിനൽസ് നേരിടാൻ പറ്റൂ. പല ക്രിമിനൽസും എനിക്ക് ചുറ്റും വന്നാൽ അപ്പോൾ ഞാൻ ഈ ലോകത്തിലെ സ്ട്രോങ് ആയവനായാലേ എനിക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റൂ. എന്നാൽ ആകാശത്ത് നിന്ന് ഒരു ന്യൂക്ലിയർ എനിക്ക് നേരെ വന്നാൽ എനിക്ക് മരിക്കാനേ കഴിയും. എന്തെന്നാൽ മനുഷ്യനെ കൊണ്ട് അത് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഞാൻ ആ ലിമിറ്റ് മുറിച്ചു കടക്കും. കോംപ്രമൈസിങ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. നോക്കിയാൽ ഹീറോ പുതിയ ലോകത്താണുള്ളത്. ലോകത്ത് അവൻ ആഗ്രഹിച്ചതെല്ലാം അവനെ കൊണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്നിനെ കൊണ്ടും പേടിക്കണ്ട. അവരെ ഞങ്ങൾ ചുറ്റി വളച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് ഓടി ഒളിക്കാൻ പറ്റില്ല. മൈ ലോർഡ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ പറയുന്ന ഓരോ കാര്യവും കറക്റ്റാണ്. ഞാൻ വർഷങ്ങളായി ഒന്നിനെയും ഹണ്ട് ചെയ്തിട്ടില്ല. എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. ഞാൻ ആർക്കും ഒരു ദയയും കാണിക്കില്ല. മൈ ലോർഡ്, എല്ലാവരും നിങ്ങളുടെ ഓർഡറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. റൈറ്റ്, ഏതാ നല്ലതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഇതാണ് എന്ന് എന്നെ കൊണ്ട് പറയാൻ കഴിയും. ഞാൻ ആഗ്രഹിച്ച പോലെ പുതിയ ജീവിതം, പുതിയ ലോകം തന്നെ എനിക്ക് ലഭിച്ചു. എന്നാൽ ഇതൊന്നും എനിക്ക് പോരാ. എനിക്ക് ഇനിയും പവർ വേണം. മാജിക് പവർ. എനിക്ക് ഒരു ലക്ഷ്യം മാത്രമാണ്. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്നാൽ പഴയ ലോകത്തിൽ ചെയ്യാൻ പറ്റാത്തത് ഈ ലോകത്തിൽ ചെയ്യാൻ കഴിയും. ഇതിനെനിക്ക് ഹീറോ ആവാൻ ആഗ്രഹമില്ല. എന്നാൽ ലാസ്റ്റ് ബോസ് ആവാനും കഴിയില്ല. എല്ലാത്തിനും പിന്നിൽ ഷാഡോ ആയിക്കൊണ്ട് ഈ സ്റ്റോറി കൊണ്ടുപോകുന്നത്. എന്തെന്നാൽ ഞാനാണ് എമനൻസ് ഇൻ ഷാഡോ എന്ന് ഹീറോ പറയുന്നതും ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. അടുത്ത എപ്പിസോഡുമായി നാളെ വരാം. അതുവരെ ബൈ ബൈ.